എല്ലാവർക്കും നമസ്കാരമുണ്ട്. അങ്ങനെ ലക്ഷദ്വീപിൽ ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. നാളെ തിരിച്ചു പോവുകയാണ് നാട്ടിലേക്ക്. നാളെ 10:45 ഫ്ലൈറ്റ്. അലയൻസ് എയറിൻ്റെ ഫ്ലൈറ്റാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. നല്ല കാലാവസ്ഥയാണ്. വൈകുന്നേരത്തൊക്കെ നല്ല കാറ്റും മഴയുണ്ട്. രാവിലെ പിന്നെ നോക്കണ്ട, നല്ല കാറ്റാണ്. പക്ഷെ പകൽ ചെറിയ ചൂടൊക്കെ ആയിട്ട് വലിയ കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് ഫ്ലൈറ്റ് ക്യാൻസലേഷൻ വരില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ മഴ എങ്ങാനും വന്ന് വെതർ കണ്ടീഷൻസ് ഒക്കെ മാറിക്കഴിഞ്ഞാൽ ഫ്ലൈറ്റിൻ്റെ ക്യാൻസലേഷനും വരും. അതാണൊരു സീന്. എന്തായാലും ഇന്ന് നല്ല ക്ലൈമറ്റാണ്. ബീച്ചൊക്കെ നോക്കിയാൽ അടിപൊളിയില്ലേ, ഭയങ്കര സൈലൻ്റ് ആയിട്ട് ഇങ്ങനെ നിശ്ചലമായി കിടക്കുകയാണ് ബീച്ച്. അപ്പോൾ കുറച്ച് പേര് ഇവിടെ കയാക്കിങ് ചെയ്യുന്നുണ്ട്. നമുക്കതൊന്ന് കാണാം. അതാണ്, അതൊരു കപ്പിൾസാണ്. അവരിവിടെ കയാക്കിങ് ചെയ്യുകയാണ്. ഈ മഴ സീസണിൽ നന്നായിട്ട് കാറ്റ് വീശും. അപ്പോൾ ഈ കാറ്റ് വീശി കഴിഞ്ഞാൽ ഇതുപോലെ കയാക്കിങ്ങും സ്നോർക്കലിങ്ങും സ്കൂബ ഡൈവിംഗ് ഒക്കെ ചെയ്യുന്നത് ഭയങ്കര റിസ്ക്കാണ്. ഇവർ സ്നോർക്കലിംഗ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ കോട്ടേജിൽ താമസിക്കുന്ന ഒരു കപ്പിൾസാണ്. ഇവർ എറണാകുളത്ത് നിന്ന് വന്നിട്ടുള്ളൊരു കപ്പിൾസാണ്. കണ്ടോ? അപ്പോൾ അവർ സ്നോർക്കലിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് കാണാം കേട്ടോ. സ്നോർക്കലിങ്ങും സ്കൂബ ഡൈവിങ്ങും ഈ പറഞ്ഞ ഗ്ലാസ് ബോട്ടൊക്കെ നമ്മൾ അകത്തിയിൽ വരുമ്പോൾ മെയിൻ ആക്ടിവിറ്റീസ് ആണ് കേട്ടോ. അടിപൊളിയാണ്. ലക്ഷദ്വീപ് വരെ വന്നിട്ട് നിങ്ങളിതൊന്നും ചെയ്യാണ്ട് പോകുന്നത് ഭയങ്കര മണ്ടത്തരം. അപ്പോൾ എല്ലാവരും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യതൊക്കെ. അപ്പോൾ ഞാൻ ലക്ഷദ്വീപിൽ വന്നിരിക്കുന്നത് നമ്മളുടെ ലക്ഷദ്വീപിൻ്റെ അകത്തിയിൽ തന്നെ ജനിച്ചു വളർന്ന് ഇവിടെ തന്നെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് മുൻപോട്ട് പോവുകയാണ്. ഇതേ കാണുന്ന ആളാണ് ഹക്കീം ഖാൻ്റെ കെയർ ഓഫിലാണ് നമ്മൾ സെക്കൻഡ് ടൈം ലക്ഷദ്വീപ് എക്സ്പ്ലോർ ചെയ്യുന്നത്. ഇവിടെ തന്നെ ജനിച്ചു വളർന്ന ഇവിടുത്തെ നാട്ടുകാരനാണ് അല്ലേ, അഗത്തിക്കാരനാണ്. ഓക്കെ, നമ്മളെ ലക്ഷദ്വീപിൽ പുതിയ റൂൾസ് വന്നിരിക്കുകയാണ്. സ്പോൺസർഷിപ്പ് വേണ്ട, PCC വേണ്ട, ഇതൊന്നും ഇല്ലാണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ലക്ഷദ്വീപിലേക്ക് ട്രാവൽ ചെയ്യാം എന്നുള്ളതാണ് പുതിയ നിയമം. ഈ നിയമത്തെ കുറേ ആളുകൾ അനുകൂലിക്കുന്നുണ്ട്, പ്രതികൂലിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്താണ് ഹക്കീമുക്കാക്ക് പറയാനുള്ളത്? PCC വേണ്ട എന്നുള്ളത് അത് നമുക്ക് നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം PCCക്ക് നമ്മൾ ഓൺലൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ച 2 ആഴ്ചയൊക്കെ ടൈം എടുക്കുന്നുണ്ട് കിട്ടാൻ. ഓക്കെ, ഇപ്പോൾ PCC വേണ്ടാത്തതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ഒരു ഫോട്ടോയും ആധാർ കാർഡ് മാത്രം മതി. നമുക്ക് തന്നെ സ്വന്തമായിട്ട് സെൽഫായിട്ട് പെർമിറ്റ് ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് കേസോ എന്തെങ്കിലും ഉള്ള ആൾക്കാരാണെങ്കിൽ അവർ ആധാർ കാർഡ് വെച്ച് വെരിഫിക്കേഷൻ ചെയ്യും. വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് പെർമിറ്റ് ഓൺലൈനിൽ അലൗഡ് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ അത് റിജക്റ്റ് ആയി വരും. അതായത് എന്തെങ്കിലും കേസോ കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ആധാർ കാർഡിന്റെ നമ്പർ വെച്ച് വെരിഫൈ ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റേഷൻ പരിധിക്കുള്ളിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ പെർമിറ്റ് അവർ റിജക്റ്റ് ചെയ്യും. ഓക്കെയാണ്, പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ പെർമിറ്റ് കിട്ടും. പിന്നെ PCCന്റെ ആവശ്യമില്ല, അതുപോലെ തന്നെ നമുക്ക് സ്പോൺസർഷിപ്പിന്റെ ആവശ്യമില്ല. ഇവിടെയുള്ള ആളുകൾക്ക് ഇത് ടൂറിസത്തിനൊക്കെ ഗുണം ചെയ്യുമോ? തീർച്ചയായും ഗുണം ചെയ്യും. അത് കാരണം ലക്ഷദ്വീപുകാരെന്ന് പറയുമ്പോൾ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾ, ഇവിടുത്തെ ഫിഷിങ്, ഇതൊക്കെയാണ് ഇവിടുത്തെ ജീവിതമാർഗം അല്ലേ? അപ്പോൾ ഇതിനെ ആശ്രയിച്ച് ഒരുപാട് ജനങ്ങൾ, പാവപ്പെട്ട ജനങ്ങൾ ഇതിനെ ആശ്രയിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഇതൊരു നല്ല കാര്യം തന്നെയാണ്. നല്ല രീതിയിൽ തന്നെ ഇത് മുൻപോട്ട് പോട്ടെ. പാക്കേജ് എടുക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, കാരണം പാക്കേജ് എടുക്കാതെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് എക്സ്പെൻസ്. അതെ, കാരണം നമ്മളിവിടെ വന്നിട്ട് നമ്മൾ സ്റ്റേ തിരഞ്ഞ് നടക്കേണ്ടി വരും. നമുക്ക് നല്ലൊരു പാക്കേജറെ കിട്ടത്തില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് ടിക്കറ്റൊക്കെ മുൻകൂട്ടി ബുക്ക് ചെയ്ത് ഇവിടുത്തെ സ്റ്റേയും ഒക്കെ ബുക്ക് ചെയ്ത് വരികയാണെങ്കിൽ കുറച്ചുകൂടെ സേഫ് ആയിരിക്കും. അപ്പോൾ ഹക്കീമുക്കാൻ്റെ നമ്പർ കാര്യങ്ങൾ ഒക്കെ ഞാൻ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട്. ഇതിൽ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഒരു ബുദ്ധിമുട്ടും കൂടാണ്ട് തന്നെ പാക്കേജ് അടിപൊളിയാക്കി നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. നിങ്ങൾ അകത്ത് എയർപോർട്ടിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടുന്ന് ഇങ്ങോട്ടുള്ള നിങ്ങളുടെ താമസം, ഭക്ഷണം, ഇവിടുത്തെ സൈറ്റ് സീയിങ്, ഒരു ടൂർ ഗൈഡായിട്ട് ഫുൾ ടൈം നിങ്ങളുടെ കൂടെ ഹക്കീമുക്ക ഉണ്ടായിരിക്കും. നിങ്ങൾ ഇവിടുന്ന് തിരിച്ച് പോകുന്നത് വരെ അല്ലേ ഹക്കീമുക്ക? ലഞ്ചെല്ലാം കഴിച്ചു കേട്ടോ. ലഞ്ചെല്ലാം കഴിച്ച് അങ്ങനെ അന്താൻ ബീച്ചിൻ്റെ അങ്ങോട്ട് വന്നാണ്. പിന്നെ നമ്മൾ നാളെ നാട്ടിൽ പോകുമ്പോൾ കുറച്ച് ഫിഷ് പിക്കിളും ദീപുണ്ടിയും അങ്ങനെ കുറച്ച് മാസ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് കളക്ട് ചെയ്യണം. നമ്മളൊരു വീട്ടിൽ ഓർഡർ ചെയ്തിട്ടുണ്ട് ഹക്കീമുക്ക്. അത് വൈകുന്നേരം പോയിട്ട് കളക്ട് ചെയ്യണം, ബാഗൊക്കെ പാക്ക് ചെയ്യണം. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അന്താൻ ബീച്ചിനോട് ചേർന്നിട്ടുള്ള ഒരു റിസോർട്ടാട്ടോ ഇത്. അടിപൊളിയാണ്. വൈകുന്നേരത്തെ സൺസെറ്റും സൺറൈസ് വ്യൂ ഒക്കെ കാണാൻ പറ്റും. ഇത് കുറച്ച് പ്രീമിയം കാറ്റഗറിയാണ്. 15,000 രൂപ മുതൽ 25,000 രൂപ വരെയുള്ള റൂംസുകളൊക്കെ അവിടെ അവൈലബിൾ ആണ്. ലഞ്ച് നമുക്ക് ഇന്ന് അടിപൊളി ഫിഷ് ബിരിയാണി ആയിരുന്നു കേട്ടോ. ടൂണ ഫിഷാണ് ഇവിടുത്തെ സ്പെഷ്യൽ ഫിഷ് ബിരിയാണിയാണ്. നമ്മുടെ നാട്ടിൽ ഇതിന് തേങ്ങാച്ചോറ്, ഇറച്ചിച്ചോറ് എന്നൊക്കെ പറയും. ആ ഒരു ടൈപ്പ് ഫിഷ് ബിരിയാണിയാണ്. അപ്പോൾ ഇതേ ലക്ഷദ്വീപിൽ വരുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട ലക്ഷദ്വീപിൽ ഒരു പരമ്പരാഗത പലഹാരമാണ് കിലാഞ്ചി കേട്ടോ. അരിയും നാളികേരവും എഗ്ഗും ഒക്കെ ഇട്ടിട്ടുണ്ടാക്കുന്ന ഒരു അടിപൊളി സാധനമാണിത്. നാളികേര പാല് ചേർത്തിട്ടാണ് ഇത് കഴിക്കുക കേട്ടോ. ദ്വീപിൽ വരുമ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക. അപ്പോൾ ഇന്നിവിടെ വീട്ടിൽ കല്യാണം നടക്കുന്നുണ്ട്. 2 കല്യാണം കൂടാൻ സാധിച്ചു ഇത്തവണ ലക്ഷദ്വീപിൽ വന്നിട്ട്. അപ്പോൾ കല്യാണ വീട്ടിലേക്ക് ഇന്ന് രാത്രി ചെറുക്കനും കൂട്ടരും വരുമ്പോൾ അവർക്കുള്ള കിലാഞ്ചി, എണ്ണ പലഹാരങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ റെഡിയാക്കുകയാണ്. ബിരിയാണി തയ്യാറാക്കുന്ന കാഴ്ച. ദ്വീപിലെ ബിരിയാണിക്ക് ഭയങ്കര ടേസ്റ്റാണ്. നല്ല അടിപൊളി കുട്ടൻ ബിരിയാണിയാണ് ഇവിടെ തയ്യാറാക്കുന്നത്. കണ്ട് അവർ
അരി കഴുകി വെള്ളത്തിലേക്ക് ഇട്ടു. കുറച്ച് ഇത്തമാരെല്ലാവരും കൂടെ ചേർന്നിട്ട് കല്യാണ വീടിനെ ഭയങ്കര മനോഹരമാക്കുന്ന ഒരു കാഴ്ച. നമ്മൾ പണ്ട് കാലത്തൊക്കെ കല്യാണ വീട്ടിലേക്കൊക്കെ കൂട്ടിക്കൊണ്ടു പോകും. ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു നൊസ്റ്റാൾജിയാണ് കേട്ടോ. ഉമ്മമാരൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര സ്നേഹമാണ്. നമ്മൾ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്തു, കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അടിപൊളിയാണ്. അപ്പോൾ കിലാഞ്ചി അടിപൊളിയാണ്. കിലാഞ്ചി ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കേട്ടോ. വളരെ നൈസായിട്ട് പരത്തി അതിങ്ങനെ ചെറു ചൂടിൽ വേവിച്ചെടുത്ത് ഇനി അതിലേക്ക് നമ്മൾ തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ടാണ് കിലാഞ്ചി കഴിക്കുക. തേങ്ങാപ്പാലും പഴവും ചേർത്തിട്ടാണ് ഇത് കഴിക്കുക. കണ്ടോ, കിലാഞ്ചി സാധനം വളരെ സിമ്പിൾ ആണെങ്കിൽ ഉണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ്. ഞാൻ തന്നെ എത്ര പീസ് കഴിച്ചു എന്ന് എനിക്കൊരു ഓർമ്മയില്ല. അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടമാവും. അങ്ങനെ വീണ്ടും ജെട്ടി ഭാഗത്തേക്ക് വന്നതാണ്. നമ്മൾ അകത്തി ജെട്ടിയിൽ വന്നതിനാൽ വൈകുന്നേരത്തൊക്കെ ഇതുപോലെ ഒരുപാട് പേര് മീൻ പിടിക്കുന്നുണ്ടാവും. പിന്നെ ഇവിടെ കുഞ്ഞു കുഞ്ഞു തട്ട് കടകളൊക്കെ ഉണ്ട്. അവിടെ നല്ല അടിപൊളി ഫിഷ് കറി, മീൽസ്, തേങ്ങാച്ചോറ് ഒക്കെ കിട്ടും കേട്ടോ. നല്ല ഫുഡൊക്കെ കിട്ടും. ഇവിടെയൊക്കെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഹോട്ടലുകളാണ് ഉണ്ടാവുക. ചിക്കൻ കിട്ടും, പക്ഷേ ബീഫും കാര്യങ്ങളൊക്കെ ലക്ഷദ്വീപിൽ അവൈലബിലിറ്റി വളരെ കുറവായിരിക്കും. കല്യാണ വീടുകളിലൊക്കെ ബീഫ് അവൈലബിൾ ആയിരിക്കും കേട്ടോ. പിന്നെ കൂടുതലും ലക്ഷദ്വീപിൽ മീനാണ് കിട്ടുക, അറിയാലോ ഓൾമോസ്റ്റ് എല്ലാവർക്കും. പിന്നെ അതേ ഇവിടെ ഒരു ചരക്ക് കപ്പൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ പെട്രോള്, ഡീസൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് അതിങ്ങനെ ഇറക്കുന്ന കാഴ്ച കാണാം. വൈകുന്നേരത്തെ ഇവിടെ ഭയങ്കര ക്രൗഡായിരിക്കും, ഒരുപാട് പേര് മീൻ പിടിക്കുന്നുണ്ടാവും. അങ്ങനെ നമ്മൾ വീണ്ടും ലഗൂൺ ബീച്ചിൻ്റെ അവിടെ എത്തിയതാണ്. ലഗൂൺ ബീച്ചിൻ്റെ അവിടെയുള്ള ഒരു കുഞ്ഞു തട്ട് കടയാണ്. അപ്പോൾ ഇവിടുത്തെ ചിക്കൻ പൊരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നല്ല ലഗൂൺ ഫിഷ് മുളകിട്ട കറിയുണ്ട്, പൊറോട്ടയുണ്ട്, നല്ല ചൂടുള്ള പൊറോട്ട കേട്ടോ, ചൂടോടുകൂടി അടിച്ചെടുക്കുന്നതാണ്. അപ്പോൾ നമ്മളവിടുന്ന് പൊറോട്ടയും ഫിഷ് കറിയും ചിക്കൻ ഫ്രൈ ഒക്കെ കഴിച്ച് അങ്ങനെ വീണ്ടും നമ്മൾ കോട്ടേജിലെത്തി. അപ്പോൾ നമ്മളെ കൂടെ താമസിച്ചിട്ടുണ്ടായിരുന്ന കോട്ടയത്തുള്ള ഒരു ഫാമിലിയാണ് ഇവർ. അവരിന്ന് ചെക്കൗട്ട് ചെയ്യാണ്. അവർ വന്നിട്ട് ഇപ്പോൾ ഏകദേശം 4 ദിവസമായി. അങ്ങനെ അവരെ യാത്ര അയച്ചു. വീണ്ടും ഞാനും ഹക്കീമിക്കും വേറെ ഒരു നമ്മളെ കൂടെ ഒരു എറണാകുളത്തുള്ളൊരു കപ്പിൾസ് ഉണ്ടായിരുന്നു. എല്ലാവരും ഭയങ്കര കമ്പനിയാണ്. വരുന്ന ആളുകളൊക്കെ ആയിട്ട് പെട്ടെന്ന് അടുപ്പാവും. എല്ലാവരും ഒരേ കോട്ടേജിലാണല്ലോ താമസിക്കുന്നത്, അതുകൊണ്ട് എല്ലാവരുമായിട്ടും ഭയങ്കര കമ്പനിയാവും. അടിപൊളിയായി. അങ്ങനെ കുറേ ഫ്രണ്ട്സിനെ കിട്ടി ഇത്തവണ ലക്ഷദ്വീപ് യാത്രയിൽ കേട്ടോ. അപ്പോൾ ഇവർ പിന്നെ കയാക്കിങ്ങിന് പോവുകയാണ്. നമുക്ക് അവർ കയാക്കിങ്ങിന് പോകുന്ന ഒന്ന് കാണാം. അപ്പോൾ കണ്ട കാറ്റ് വീശുന്നുണ്ട്. കാറ്റ് വീശുമ്പോൾ തിരമാല നന്നായിട്ട് അടിക്കും. അതുപോലെ തന്നെ ചിലപ്പം ഈ ഒരു ബോട്ട് മറയാനൊക്കെ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് ഇപ്പം ലക്ഷദ്വീപിൽ ഓഫ് സീസണാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ലക്ഷദ്വീപിൽ ലാസ്റ്റ് ഡേ ആണ്. നാളെ തിരിച്ച് നാട്ടിലേക്ക്. അപ്പോൾ ഞാനിങ്ങനെ കോട്ടേജിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ നമ്മുടെ അക്കിമുക്കാൻ്റെ ബൈക്ക് എടുത്തിട്ട് കറങ്ങുകയാണ് കേട്ടോ. ഫുഡ് അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചുമ്മാ വെറുതെ വണ്ടി എടുത്തിട്ട് ഇങ്ങനെയൊക്കെ വന്നാണ്. ഓക്കെ, ഇവിടെ നിറയെ ബോട്ടുകളൊക്കെ ഉണ്ട് ഈ സൈഡിലായിട്ട്, കണ്ടോ. അപ്പോൾ ലക്ഷദ്വീപിലേക്ക് വരാനുള്ള പുതിയ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ 2ാമത്തെ എപ്പിസോഡിൽ പറയുന്നുണ്ട്. ലക്ഷദ്വീപിൻ്റെ എല്ലാ എപ്പിസോഡും എല്ലാവരും കാണുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ നമ്മൾ ഓരോ എപ്പിസോഡും കാണണം. നിങ്ങൾ ലൈക്കും ഷെയറും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അന്താൻ ബീച്ചിൻ്റെ അടുത്തുള്ള അടിപൊളി ഒരു റിസോർട്ടാട്ടോ. ഇവിടെ കുറച്ച് കോസ്റ്റ്ലിയാണ്. അറൗണ്ട് 12,000, 15,000, 20,000 രൂപ വരെയുള്ള കോട്ടേജുകളൊക്കെ ഉണ്ട്. പക്ഷേ കുറച്ച് പ്രീമിയം ഫെസിലിറ്റീസാണ് അവർ ഫുഡും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതാണ് അവിടുത്തെ ഒരു ബെഡ്റൂമും കാര്യങ്ങളൊക്കെ. നമ്മുടെ അന്താൻ ബീച്ചിൻ്റെ അടുത്താണ്. നമുക്ക് സൺസെറ്റും സൺറൈസ് വ്യൂ ഒക്കെ കാണാം. അപ്പോൾ പ്രീമിയം ലക്ഷറി പാക്കേജൊക്കെ നോക്കുന്നവർക്ക് പറ്റിയ അടിപൊളി റിസോർട്ടുകൾ നമ്മൾ എയർപോർട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു 100-200 മീറ്റർ ഇങ്ങോട്ട് വരുമ്പോൾ അന്താൻ ബീച്ചിനോട് ചേർന്നിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ബീച്ചൊക്കെ നോക്കിയാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആണ്. ഇപ്പം മഴ സീസൺ ആകുമ്പം ബീച്ച് ഒന്നും കൂടെ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ വീണ്ടും ഇങ്ങനെ വൈകുന്നേരത്ത് എന്തായാലും നാളെ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഇപ്രാവശ്യം ഫിഷിംഗ് ഒക്കെ കുറവാണ് മഴ സീസൺ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട്. അപ്പോൾ ഒരുപാട് ടൂണ ഫിഷൊന്നും അങ്ങോട്ട് കിട്ടിയില്ല. ഇത് കണ്ടോ, തളയൻ മീനാണ്. മീൻ പൊരിച്ചെടുക്കുന്നു, ചിക്കൻ പൊരിച്ചെടുക്കുന്നു. പിന്നെ ഇവിടെ നല്ല ചൂട് പൊറോട്ടയുണ്ട്. ഇതേ സാൻഡ്വിച്ചിലേക്കുള്ള സംഭവങ്ങൾ ഇവിടെ അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇവിടെ നല്ല സ്നാക്സ് ഒക്കെ കിട്ടും. അപ്പോൾ അങ്ങനെ ബീച്ചിലെ പിള്ളേരുടെ കുറച്ച് കുസൃതികളും കാഴ്ചകളൊക്കെ കണ്ട്, ഇത് നമ്മുടെ ദ്വീപിലെ ലോക്കൽ പിള്ളേരാണ് അഗത്തിയിലെ. ലഗൂൺ ബീച്ചിൽ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഭയങ്കര വൈബാണ് കേട്ടോ. സമയം പോകണത് അറിയില്ല. അതൊക്കെ ഒരുത്തനെ മണലിൽ താത്തിരിക്കുകയാണ്. മുകളിലോട്ട് മണലിട്ടിട്ട് ദേ മത്സ്യകന്യകനാക്കി എടുക്കുകയാണ്. ഒരു തിരമാല വന്നു കഴിഞ്ഞാൽ എല്ലാം പോകും. അപ്പോൾ ഇങ്ങനെ പിള്ളേരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി, ഭയങ്കര ഹാപ്പിയാണ്. വേണ്ട 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 വേണ്ട, വീഴും 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 വീഴും. ഈ സ്ഥലമൊക്കെ നോക്കിയാൽ വൈകുന്നേരത്തെ അടിപൊളിയാട്ടോ. ഇതൊക്കെ നമ്മുടെ കോട്ടേജിൻ്റെ വളരെ അടുത്താണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ബീച്ചിൽ വരാം, ബീച്ചിൽ വന്നിരിക്കാം, കിടക്കാം, ഇരിക്കാം, ഓടാം, ഫുട്ബോൾ കളിക്കാം, എല്ലാം ഭയങ്കര ഫ്രീഡമാണ്. റോഡ് സൈഡാണ് കേരളം. നമ്മൾ കോട്ടേജ് ഇവിടുന്ന് ജസ്റ്റ് ഒരു 100 മീറ്ററേ ഉള്ളൂ. രാത്രി അങ്ങനെ ബീച്ചിൽ ഫുള്ള് ലൈറ്റായിട്ട് ഭയങ്കര സൈലൻ്റായിട്ട്. ഹലോ, ഗുഡ് മോർണിംഗ്.
അപ്പോൾ ഇന്ന് രാവിലെ 10:45 ഫ്ലൈറ്റ്. അഗത്തിന്ന് അലയൻസിൻ്റെ ഫ്ലൈറ്റാണ് കൊച്ചിയിലേക്ക്. 1.5 മണിക്കൂർ കൊണ്ട് കൊച്ചിയിലെത്തും കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെയൊക്കെ നല്ല ക്ലൈമറ്റാണ്, മഴയോ കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് ഫ്ലൈറ്റ് ഡിലേ ആവില്ല എന്ന് വിചാരിക്കുന്നു. ക്യാൻസലേഷനോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് കരുതുന്നു. അപ്പോൾ അങ്ങനെ 10 ദിവസത്തെ ലക്ഷദ്വീപിലെ സുഖവാസത്തിന് ശേഷം തിരിച്ച് നാട്ടിലേക്ക് മടങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ ലക്ഷദ്വീപിൻ്റെ ഓരോ എപ്പിസോഡും എല്ലാവരും കാണണം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക കേട്ടോ. അപ്പോൾ രാവിലെ നേരത്തെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഒരു കൊണ്ടുവരുന്നുണ്ട്. ബാഗും കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നലെ രാത്രി തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ രണ്ടാമത്തെ തവണയും നമ്മൾ ലക്ഷദ്വീപിലെ അഗത്തി എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞു. ഓൾമോസ്റ്റ് ഭയങ്കര റിലാക്സ്ഡായി ഫ്രീ ആയി ദ്വീപ് മൊത്തം അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്തു കേട്ടോ. കാരണം ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാം ഇങ്ങനെ ബൈക്കൊക്കെ എടുത്ത് ചുറ്റിക്കറങ്ങി കണ്ടു. അപ്പോൾ ലക്ഷദ്വീപിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളാണ്. ഈ മാസങ്ങളിലൊക്കെ നിങ്ങൾ ലക്ഷദ്വീപിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ ഡ്രീം പാരഡൈസ് എന്ന് പറയുന്ന നമ്മുടെ ഡ്രീം ഐലൻഡ് എന്ന് പറയുന്ന ടീമിനെ കോൺടാക്ട് ചെയ്യാം. ഞാൻ ഇവരുടെ കോൺടാക്റ്റ് നമ്പർ വീഡിയോയുടെ താഴെയായിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും കേട്ടോ. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾ ലക്ഷദ്വീപിലേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഹക്കീമുക്കാൻ്റെ ടീമിനെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും നമ്മുടെ ലക്ഷദ്വീപിൻ്റെ വ്ളോഗ് കാണണം, എപ്പിസോഡ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ ഗൈസ്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അഫോർഡബിൾ ആയിട്ട് നിങ്ങൾ ദ്വീപ് കാണാൻ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. എനിക്കറിയാം, നമ്മളൊരു ഇന്ത്യക്കാരനാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം കേട്ടോ നമ്മുടെ ലക്ഷദ്വീപ്. കാണാത്തവരുണ്ടെങ്കിൽ എല്ലാവരും വന്നൊന്ന് വിസിറ്റ് ചെയ്യുക. നല്ല അടിപൊളി സമയമാണ് ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബറൊക്കെ. അപ്പോൾ എയർപോർട്ടിലെത്തി, നമ്മുടെ ഫ്ലൈറ്റ് ഷാർപ്പ് ടൈമിൽ എത്തിയിട്ടുണ്ട്. പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ലക്ഷദ്വീപിൻ്റെ വീഡിയോസ് എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.